നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് LPUP ഇന്റർവ്യൂവിന്റെ ബാച്ചിലെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചിങ് ആസ്പിരൻസിൽ ചോദിച്ച ഡിസ്കഷൻ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടവ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഡിസ്കഷൻ ടോപ്പിക്സ് ആയിട്ട് എടുക്കാറുള്ളത് സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ LPUP ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളോ നിലവിൽ 2025 LP ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളും ഒക്കെയാണ് കൂടുതലായി എടുക്കാറ്. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് അവയ്ക്ക് ഉത്തരം പറയേണ്ടത് എന്നതിൻ്റെ ചെറിയ ഒരു നിർദ്ദേശം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. പൂർണ്ണമായും പറയുന്ന പോയിന്റുകൾ മാത്രം എഴുതിയെടുത്ത് അത് കാണാതെ പഠിക്കുന്ന രീതി ഒഴിവാക്കുക. നിങ്ങൾ ആ ചോദ്യങ്ങളെ നിങ്ങളുടേതായ രീതിയിൽ അപ്രോച്ച് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സ്വയം വായിച്ച് കൂടുതൽ പോയിന്റുകൾ കണ്ടെത്തി എങ്ങനെ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ എങ്ങനെ നിങ്ങൾ അതിന് മറുപടി പറയുമെന്ന് സ്വയം പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ എല്ലാവരുടെയും ഉത്തരം ഒരേപോലെ ആയി പോകും. നമ്മൾ എവിടെ നിന്നാണെങ്കിലും അനുജാസ് ടീച്ചിങ് ആസ്പിരൻസ് ആകട്ടെ മറ്റ് യൂട്യൂബ് ചാനലുകളാകട്ടെ അവതരിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാം, പക്ഷെ അവയുടെ ഉത്തരങ്ങൾ അതേപടി പകർത്താതിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പൂർണ്ണമായ ഉത്തരങ്ങൾ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിൽ പറയാറില്ല. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ച് വേണം ചോദ്യങ്ങളുടെ ഉത്തരത്തെ സമീപിക്കാനായി. എങ്കിലും ഏകദേശം എങ്ങനെയൊക്കെയാണ് ഓരോ ചോദ്യത്തിനെയും അപ്രോച്ച് ചെയ്യേണ്ടതെന്ന ധാരണ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ലഭ്യമാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. മറ്റ് പല പരീക്ഷകളും നടക്കുന്നുണ്ട്, അവയ്ക്കും കൂടി തയ്യാറെടുക്കുക. അതിനോടൊപ്പം ഇന്റർവ്യൂ മറന്നു പോകരുത്. ഇനി സമയമുണ്ടല്ലോ എന്ന് കരുതി മാറ്റി വെക്കരുത്. വായന അത് പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ്. ജീവിതകാലം ഉടനീളം അധ്യാപകരുടെ കൈമുതലായി ഉണ്ടായിരിക്കേണ്ട ഒരു ശീലമാണ് വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് വായിച്ച് തന്നെ നോട്ടുകൾ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ഏതൊരു കാര്യം കിട്ടിയാലും അതിനെ വിമർശനാത്മകമായി ചിന്തിക്കാനും നിങ്ങളുടെ പോയിന്റുകൾ ആഡ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുകയും വേണം. ഇനി അധിക സമയം കളയുന്നില്ല, ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ടോപ്പിക്ക് പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്നതായിരുന്നു. അപ്പൊ ഈ പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം എല്ലാ കാലവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ചോദ്യം ഉൾപ്പെടുത്തിയത്. അതായത് പാഠപുസ്തകങ്ങൾ എപ്പോഴും മാറ്റത്തിന് വിധേയമാകാറുള്ളവയാണല്ലോ. ഇത്തരം പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അവയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നിങ്ങൾ പറയേണ്ടത്. ഈ ചോദ്യം അത്രമേൽ പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർവ്യൂവിൽ. കാരണം നമുക്ക് റീസെന്റ് ആയിട്ടാണ് KCF 2023 അനുസരിച്ച് പാഠപുസ്തകം മാറിയത്. അപ്പോൾ ആ പാഠപുസ്തകം മാറിയപ്പോൾ ആ പാഠപുസ്തകത്തിന് ധാരാളം പ്രത്യേകതകൾ നിലവിലുണ്ട്. പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ പ്രത്യേകതകളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പുത്തൻ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. അപ്പൊ പാഠപുസ്തകത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്ന ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയണം എന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതായത് ഈ ഒരു ചോദ്യം വന്നാൽ പുറംചട്ട മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം. പുസ്തകത്തിന്റെ പുറംചട്ടയ്ക്ക് അത്രമേൽ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പുറംചട്ട എങ്ങനെയായിരിക്കണം? ആകർഷകമായിരിക്കണം, കട്ടിയുള്ളതായിരിക്കണം, പുസ്തകത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുള്ളതായിരിക്കണം, എന്നാൽ ഭാരം കൂടാനും പാടില്ല. അപ്പൊ പാഠപുസ്തകം ലളിതമായതായിരിക്കണം, അവയുടെ കണ്ടന്റ് കുട്ടികൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ പറയും, പക്ഷെ പുറംചട്ടയുടെ പ്രത്യേകത പറയുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ ആകർഷകമായ പുറംചട്ടയായിരിക്കണം പാഠപുസ്തകത്തിനുള്ളത്. പാഠപുസ്തകത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കട്ടിയുള്ളതായിരിക്കണം പുറംചട്ട. ആകർഷകത്വം വരുത്തേണ്ടത് പാഠപുസ്തകത്തിന് അനുയോജ്യമായ ചിത്രങ്ങൾ ചേർത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ നിലവിലെ പാഠപുസ്തകങ്ങളിൽ പലതും കുട്ടികൾ തന്നെ വരച്ചു ചേർത്ത ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു രീതി പാഠപുസ്തകത്തിന്റെ പുറംചട്ടയിലും കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾക്ക് വേണ്ടി വരച്ച ചിത്രങ്ങളാകുമ്പോൾ അവയുമായി ഒരു പൊരുത്തപ്പെടൽ കുട്ടിക്ക് എളുപ്പം സാധ്യമാകും. തൻ്റെ പുസ്തകമാണിത് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ അത്തരം ചിത്രങ്ങൾക്ക് കഴിയും.
അപ്പോൾ ഈ ഒരു പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. ഓരോ പ്രായത്തിലെയും കുട്ടികളുടെ ഇഷ്ടങ്ങൾക്ക് പൊതുവായ ചില ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അവയൊക്കെ പരിഗണിക്കുന്ന തരത്തിലായിരിക്കണം ഓരോ ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ. അത്തരത്തിൽ നോക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ ശിശു മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നിലവിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിനോട് നീതി പുലർത്തുന്ന തരത്തിലായിരിക്കണം പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കേണ്ടത്. അവ ചാക്രികാരോഹണ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും വേണം. ഭാഷയാണെങ്കിൽ ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാലാകാലങ്ങളായി നമ്മുടെ ശിശു മനഃശാസ്ത്ര വിദഗ്ധരും ആയിട്ടുള്ള വ്യക്തികൾ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു പാഠപുസ്തകം തയ്യാറാക്കേണ്ടത്. നിലവിലെ ക്ലാസ് റൂമുകൾ പ്രക്രിയാധിഷ്ഠിതവും പ്രവർത്തനാധിഷ്ഠിതവും ഒക്കെയാണ്. പ്രക്രിയാബന്ധിതവും പ്രവർത്തനാധിഷ്ഠിതവും ഒക്കെ ആയതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങളിലെ ഉള്ളടക്കവും അതിനനുയോജ്യമായിട്ടുള്ളതായിരിക്കണം. കുട്ടികളെ കൊണ്ട് വിമർശനാത്മകമായി ചിന്തിപ്പിക്കുന്നതായിരിക്കണം പാഠപുസ്തകത്തിലെ ടോപ്പിക്കുകൾ. വിമർശനാത്മക ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പാഠ്യപദ്ധതിയാണ് നിലവിലുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ളതായിരിക്കണം പാഠപുസ്തകം. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം തയ്യാറാക്കേണ്ടത്. ജീവിതഗന്ധിയായിരിക്കണം പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം. കുട്ടികൾക്ക് തന്റെ സമൂഹത്തിൽ നിന്ന് നേരിട്ട് കണ്ടും സമൂഹവുമായി ഇറങ്ങിച്ചെന്ന് ഇടപഴകിയും ഒക്കെ പഠിക്കാനുള്ള ധാരാളം അവസരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഏതൊരു വിഷയത്തിനും അത് സാധ്യമാണ്. ഗണിതത്തിനും ഒക്കെ ഇത് സാധ്യമാണ്. കണക്ക് പഠിക്കുന്ന കുട്ടി പാഠപുസ്തകത്തില് ആ കുട്ടിക്ക് കടകളിലേക്കൊക്കെ പോയി പഠിക്കാനും പോയി കണ്ട് വിവര പട്ടിക തയ്യാറാക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടെങ്കിൽ അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണല്ലോ ചെയ്യുന്നത്. അത്തരം പ്രവർത്തനങ്ങളും കൂടി ഉൾപ്പെടുത്തുക. പിന്നെ എപ്പോഴും ഈ പാഠപുസ്തകം കുട്ടിയെ മനസ്സിൽ കണ്ടു വേണം തയ്യാറാക്കാനായി. അതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ലളിതമായിരിക്കണം. കുട്ടിക്ക് സ്വയം വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പഠന സഹായിയായിട്ട് വേണം പാഠപുസ്തകത്തെ കാണാനായി. അപ്പൊ കുട്ടിക്ക് അധ്യാപികയുടെ സഹായത്തോടെ മാത്രമല്ലാതെ കാര്യങ്ങൾ വായിച്ചെടുക്കാനായിട്ട് ഈ പാഠപുസ്തകം സഹായിക്കണം. അധിക വായനയ്ക്കുള്ള സാമഗ്രികൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും അവ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യപ്പെടുകയും വേണം. നിലവിലത്തെ പാഠപുസ്തകങ്ങൾ അങ്ങനെ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് അധിക വായനയോട് ഒരു താല്പര്യം ജനിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ പുസ്തകത്തിന് പുറമെ മറ്റു വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ ഇതിലൂടെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം പാഠപുസ്തകങ്ങൾ നിർമ്മിക്കേണ്ടത്. പാഠപുസ്തകങ്ങൾ ഭാരം കുറഞ്ഞതായിരിക്കണം. അതിന്റെ ഭാഗമായി പാഠപുസ്തകങ്ങളെ നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ തുടരുന്നത് തന്നെയാണ് നല്ലത്. പേജുകൾ ക്വാളിറ്റിയുള്ള പേപ്പറുകളായിരിക്കണം. അക്ഷരങ്ങൾ വളരെ വൃത്തിയായി കുട്ടികൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലും സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അച്ചടി രീതി തന്നെ പിന്തുടരുകയും വേണം. അക്ഷരങ്ങൾ കൃത്യമായി ലിഖിത രൂപങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ശരിയായ അക്ഷരജ്ഞാനം കിട്ടത്തക്ക രീതിയിൽ തന്നെ വേണം പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് പുറമേ ഒരുപാട് ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അവയും കൂടി കൂട്ടി യോജിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകും. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ വിഷയത്തിലെ ഉദാഹരണങ്ങൾ കൂടി ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തണം. അതായത് ഭിന്നശേഷിക്കാരെ പരിഗണിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചേർക്കേണ്ടതാണ്. ഭിന്നശേഷിക്കാരെ പരിഗണിക്കണം. ലിംഗസമത്വം പാലിക്കണം. അത് നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. ലിംഗനീതി ഉറപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയാം. അപ്പൊ ഈ ചിത്രീകരണത്തിലും അവ ഉണ്ടായിരിക്കണം. നിലവിലത്തെ പാഠപുസ്തകങ്ങൾ അത്തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉൾപ്പെടുത്തി അവരെ ചിത്രീകരണത്തിലൂടെയും കഥാപാത്രങ്ങളായൊക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവയിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന തരത്തിൽ LP തലത്തിലൊക്കെ നമ്മൾ പാഠഭാഗങ്ങൾ കണ്ടിരുന്നു. പക്ഷെ അതിന് കുറച്ചും കൂടി മാറ്റങ്ങൾ വരണമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക രീതിയിൽ ഇതേ ആശയങ്ങൾ തന്നെ അവരിലേക്ക് എത്തത്തക്ക രീതിയിൽ പാഠപുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു ചിന്ത എന്നിലുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഇതിൽ പലരും BRCയിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളപ്പോൾ നിങ്ങൾ പറയേണ്ടത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടായിരിക്കണം. എല്ലാവരും പാഠപുസ്തകങ്ങൾ നോക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളുടെ ടീച്ചിങ് ആസ്പിരൻസിലാണെങ്കിൽ സയൻസിന്റെ പാഠപുസ്തകം കുട്ടികൾ നോക്കി കഴിഞ്ഞു. SSന്റേത് 4 പാഠമോ 5 പാഠമോ മറ്റോ ആയി. അപ്പൊ അങ്ങനെ ഓരോ പുസ്തകവും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവനവന്റെ വിഷയങ്ങൾ മാത്രമല്ല എല്ലാ വിഷയങ്ങളും നോക്കണം. നിങ്ങൾ ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ കാര്യം പറയുമ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗം നിങ്ങൾ എടുത്തു പറയണം. അതുപോലെ തന്നെ പിന്നെ സമത്വം എന്ന ആശയത്തിൽ ഊന്നിയായിരിക്കണം പാഠപുസ്തകം ഉണ്ടായിരിക്കേണ്ടത്. ഇത് പറയുമ്പോൾ സമത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കണം അല്ലെ. പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ ഉണ്ടാകാൻ പാടില്ല, എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. അതിലൊന്നാണല്ലോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നല്ലോ ഈ അതിഥി തൊഴിലാളികളൊക്കെ. അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തുല്യത എന്ന ആശയം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന പാഠത്തെയും കൂടി ഉൾപ്പെടുത്തി പറയാം. അതില് ഇതുപോലെ അന്യദേശ തൊഴിലാളികള്, അതിഥി തൊഴിലാളിയുടെ മകനാണ് പീലി. അങ്ങനെ പീലിയെ കുറിച്ച് പറയുന്നുണ്ട്, അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തി പറയാനാകും. അതുപോലെ നിങ്ങൾ നോക്കേണ്ടതാണ് നിലവിലത്തെ പദ്ധതികൾ. അതിവിടെ ഇതുമായി ബന്ധപ്പെട്ടല്ല, ഞാൻ പൊതുവായി പറഞ്ഞതാണ്. പദ്ധതികളെയൊക്കെ കുറിച്ച് ഇങ്ങനെ നോക്കിയിട്ട് അവയൊക്കെ ഏത് ടോപ്പിക്കുമായിട്ടും കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യണം. അതിനൊരിക്കലും കാണാതെ പിടുത്തം കൊണ്ട് സാധിക്കുകയില്ല. മറിച്ച് വാസ്റ്റായിട്ട് നിങ്ങളിങ്ങനെ വായിച്ചും മനസ്സിലാക്കിയും ഉള്ളു തുറന്ന് കണ്ണ് തുറന്ന് ചെവി തുറന്ന് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിനെ വളരെ ഭംഗിയായി ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചെറിയ കോഴ്സുകൾ എടുത്ത് അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇവിടെ കിട്ടും എന്ന രീതിയിൽ ഇരിക്കരുത്. എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു കാര്യത്തിന് മാത്രമേ ഗുണം ഉണ്ടാവുകയുള്ളൂ. അവിടെ മാത്രമാണ് സ്വാഭാവികതയുള്ളത്. അപ്പം അതുപോലെ നോട്ട്സ് നന്നായി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ ശേഷം പറഞ്ഞു പഠിക്കണം കേട്ടോ. പറഞ്ഞു നോക്കണം, കാണാതെ പറഞ്ഞു പഠിക്കലല്ല, പറഞ്ഞു നോക്കണം. ഓരോ ടോപ്പിക്കും എനിക്ക് എത്ര പോയിന്റ്സ് പറയാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുക. ഒഴുക്കോടെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് മുഷിയും. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പരിഹാര മാർഗങ്ങൾ. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചോദ്യം എല്ലാ കാലവും നമ്മൾ അവിടെ ഇവിടെയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ LP ഇന്റർവ്യൂവിൽ ഒരുപാട് ജില്ലകളിൽ ചോദിച്ച ചോദ്യമാണ്. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വന്നു. കൗമാരക്കാരായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, കുറ്റവാളികൾ കൂടുന്നുണ്ടോ, അതിൽ ടീച്ചേഴ്സിന്റെ പങ്ക് എന്താണ്, അതുപോലെ അന്ന് സമൂഹത്തിൽ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങൾ, ലഹരിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഷഹബാസിന്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായി പല ജില്ലകളിലും കണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ജില്ലകൾ ഉൾപ്പെടുത്താത്തത്. എവിടെയാണ് ചോദിച്ചത് എന്നൊന്നുമില്ല, ഇതൊക്കെ ഒരുപാട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട്, പത്രവായന വളരെ അത്യാവശ്യമാണ്. പത്രം വായിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളെ രേഖപ്പെടുത്തി വെച്ചാൽ നല്ലത്, വെച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ, അതേക്കുറിച്ച് ചിന്തിക്കുക. ഞാനൊക്കെ ആദ്യം LP ബാച്ചിലെ കുട്ടികളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ന്യൂസ് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞ് അതിനെ ഒന്നുകൂടി എഴുതി വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. എന്തായാലും ന്യൂസ് പേപ്പർ ബുക്ക് കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ വന്ന ചോദ്യമാണിത്. അപ്പം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഈ വിഷയം അവിടെ തന്നെ കിടപ്പുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം പല രീതിയിൽ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അധ്യാപകരായതുകൊണ്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടേതായ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യണം. കുറച്ച് കാര്യം പറയാം, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, UP ലെവലിലൊക്കെ ഉള്ള കുട്ടികളാണ്.
അപ്പോൾ അവർക്ക് നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, അവരിങ്ങനെ കൗമാരത്തിലേക്ക് പോകുന്ന സമയമാണ് അല്ലേ, ബാല്യത്തിൽ നിന്ന് ഇങ്ങനെ അവർ യാത്ര തിരിച്ചു കഴിഞ്ഞു അല്ലേ. ടീനേജിൻ്റെയൊക്കെ ഇത് നമുക്ക് നേരത്തെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് കുട്ടികളിൽ. അപ്പൊ അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവര് മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ആവുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലെ പ്രശ്നങ്ങൾ നിലവിൽ നോക്കുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ കുട്ടികളിൽ വരുന്നതായി കണ്ടിട്ടുണ്ട്. പൊരുത്തപ്പെടാനും ഒക്കെ വളരെ വൈഷമ്യമുള്ള കുട്ടികൾ, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, ഇതിനൊക്കെ ഒരു റീസൺ ആയിട്ട് നമുക്ക് ഈ മൊബൈൽ ഫോണിനെയും സോഷ്യൽ മീഡിയയൊക്കെ പറഞ്ഞുകൂടെ. മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ അമിത ഉപയോഗം കുട്ടികളെ പ്രായത്തിൽ കവിഞ്ഞ രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അവർ പലതിലും ആകൃഷ്ടരാകാറുണ്ട്. അതിൽ ലഹരിയുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, ഇൻസ്റ്റഗ്രാമൊന്നും ഇല്ലാത്തത് ഇപ്പോൾ വളരെ എന്താണ്, അവർക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടൊക്കെ കാണുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. അനുകരണ മനോഭാവം, കുട്ടികളിലെ അനുകരണ മനോഭാവങ്ങളൊക്കെ കുട്ടികളെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ആരോഗ്യകരമല്ലാത്ത സൗഹൃദങ്ങൾ കുട്ടികളുടെ പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇൻസ്റ്റഗ്രാമൊക്കെ വരുമ്പോൾ കേരളത്തിൽ നിന്നല്ല, ലോകത്തിലെ തന്നെ പലരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട്. അപ്പം അതൊക്കെ കുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒന്നാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് സോർട്ട് ചെയ്ത് പറയാം. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോകാം അല്ലേ. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കാറുണ്ട്. കുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്, ചില വീടുകളിലെങ്കിലും ശിഥിലമായ വീടുകൾ അല്ലേ, കുടുംബ ബന്ധങ്ങൾ, ഇത് കുട്ടികളെ ബാധിക്കാറുണ്ട്. അവരുടെ പഠനത്തെ അത് ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. നന്നായി പഠിച്ചു വരുന്ന പല കുട്ടികളിലും കുടുംബ പ്രശ്നങ്ങൾ കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകാതെ വരുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ട്. കൃത്യമായ സമയത്ത് അധ്യാപികയുടെ ഇടപെടലിലൂടെ, ശരിയായ ഇടപെടലിലൂടെ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതിനായി അത്യാവശ്യം വേണ്ടത് അധ്യാപക രക്ഷാകർതൃ ബന്ധം ഊഷ്മളമാക്കുക എന്നതാണ്. ഏതൊരു പ്രശ്നത്തിനെയും പരിഹാരം അധ്യാപക രക്ഷാകർതൃ ബന്ധം ഊഷ്മളമാക്കുക എന്നത് തന്നെയാണ് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ അധ്യാപികയും രക്ഷിതാക്കളും തമ്മിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അധ്യാപികയും കുട്ടിയും തമ്മിലുള്ള ബന്ധം മെന്റർ എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. മെന്റർ എന്ന പദത്തിനോട് എല്ലാ അധ്യാപകരും നീതി പുലർത്തേണ്ടതാണ്. ഒരു മെന്റർക്ക് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ തൻ്റെ കുട്ടിയായി കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലൂടെ കുട്ടി നേരിടുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും. കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം. സൈബർ ഇടങ്ങളിൽ എങ്ങനെ സുരക്ഷിതരായി ഇടപെടാമെന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സൈബർ ഇടങ്ങളിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ വിവരസാങ്കേതിക വിദ്യയിൽ നിന്നും കുട്ടികളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി ഇനി നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. ആൽഫ ബീറ്റ തലമുറയിലൊക്കെ പെട്ട കുട്ടികളാണ് ഇനി നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സാധ്യതകളും എല്ലാം അവർ പ്രയോജനപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷെ എങ്ങനെ അവ സുരക്ഷിതമായി ഉപയോഗിക്കാം, സുരക്ഷിതമായ സൈബർ ഇടങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകുക എന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായി പറയാനുള്ളത്. കുട്ടികൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ അവർ നേരിടുന്ന വെല്ലുവിളിയാണ്. ലൈംഗിക ചൂഷണമുണ്ട്, മാനസിക ചൂഷണങ്ങളുണ്ട്, മാനസിക പീഡനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളാണെന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം കുട്ടികൾ അതിൽ പെട്ടുപോകാറുണ്ട്. ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കണമെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായും കുട്ടികൾക്ക് നൽകണം. അതിന് അധ്യാപകരും രക്ഷിതാക്കളും മുൻകൈ എടുക്കുക തന്നെ വേണം. കുട്ടികൾക്ക് കൃത്യമായി ശരീരത്തെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അവബോധം കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടയിടാനാകും. അതുപോലെ തന്നെ ചൈൽഡ് ലൈനിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക. ഇതൊക്കെ ഇതിനുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ്. ഈ പരിഹാര മാർഗങ്ങളൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കണമെന്ന് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. ഇനി അടുത്തത്, കുട്ടികൾ നേരിടുന്ന, ഇപ്പോഴത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരി. മിഠായിയുടെ രൂപത്തിൽ
ഒക്കെ ലഹരി നമ്മുടെ മക്കളിലേക്ക് എത്തുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ രക്ഷിതാക്കളോട് പറഞ്ഞ കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളോടും പറയാനുള്ളത്. കണ്ണും മനസ്സും തുറന്ന് നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും നമ്മുടെ മക്കൾക്ക് കാവൽ നിൽക്കേണ്ട സമയമായി. നമ്മളുടെ കണ്ണൊന്ന് തപ്പിയാൽ ലഹരി മാഫിയയാകുന്ന പരുന്തുകൾ നമ്മുടെ കുഞ്ഞു മക്കളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഈ ഒരു കാര്യം സംസാരിക്കാനായിട്ട്. ലഹരി കുട്ടികളെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. മിഠായിയുടെ രൂപത്തിലൊക്കെ കുട്ടികളിലേക്ക് ലഹരി എത്തുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഇവ രക്ഷിതാക്കൾക്കിടയിലും അധ്യാപകർക്കിടയിലും ഭീതി പരത്തുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഹരിയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ, ശരിയായ വിവരങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഇതിനായിട്ട് നമുക്ക് ICT സാധ്യത പ്രയോജനപ്പെടുത്താം. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ലഹരിയുടെ വിപത്തുകൾ കുട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ലഹരി വിരുദ്ധ മനോഭാവം അത് കുട്ടികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരത്തക്ക വിധം, അതായത് കുട്ടികൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. കുട്ടികളെ വെറുതെ അത് കേട്ടിരിക്കാനുള്ള ആളുകളായിട്ടല്ല, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകളാക്കി വേണം ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ. അതായത് നമ്മൾ റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനകളുണ്ട് അല്ലേ, നമ്മുടെ സ്കൂളുകളിലും ഉണ്ടാവാം. അത്തരം സന്നദ്ധ സംഘടനകളുടെ സേവനത്തോടുകൂടി അല്ലെങ്കിൽ അവയെ പൂർണ്ണാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ഈ ലഹരി വിരുദ്ധ മനോഭാവം കുട്ടികളിൽ രൂപീകരിച്ചെടുക്കാവുന്നതാണ്. എക്സൈസിൻ്റെയൊക്കെ വിമുക്തി പോലുള്ള മെഷീനുകളും ഒക്കെ ഉണ്ട്. അപ്പം ബാക്കി മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ചുകൂടി നോട്ടുണ്ടാക്കണേ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ചിരി പോലുള്ള പദ്ധതികളൊക്കെ നമുക്കിവിടെ പ്രയോജനപ്പെടുത്താം കേട്ടോ. ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലഹരി അതൊരു വലിയ വിഷയമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ പഠന പിന്നോക്കാവസ്ഥയൊക്കെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അവയ്ക്കൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്. യഥാക്രമം കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. അതിന് ഓരോ കുട്ടിയുടെയും പഠന രീതിക്ക് അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് വേണ്ട പിന്തുണ നൽകേണ്ടതുണ്ട്. ഇനി അധിക പിന്തുണ ആവശ്യമെന്ന് കണ്ടാൽ BRC തലത്തിലൊക്കെ ഉള്ള സഹായങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. അതിനും അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇത്തരം അതായത് ഈ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന ശിശു മനഃശാസ്ത്ര വിദഗ്ധരുണ്ട്. അവരുടെ സഹായം വേണമെങ്കിലും ഇതിനകത്തൊക്കെ തേടാവുന്നതാണ്. ഇതൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ. ഇനിയും പ്രശ്നങ്ങളുണ്ട്. അവയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ നോട്ടുകൾ തയ്യാറാക്കുക കേട്ടോ. അടുത്ത വിഷയം തുല്യത, ലിംഗനീതി, ലിംഗസമത്വം, പ്രസക്തി, പ്രാധാന്യം എന്നൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ചോദിച്ച ചോദ്യമല്ല, പലയിടത്തായി പല രീതിയിൽ വന്ന ചോദ്യമാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഇവ ഈ ടേമുകളെല്ലാം ഒന്നല്ല എന്നൊരാശയം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഉൾപ്പെടുത്തിയത്. അതായത് പലരും ഈ ലിംഗനീതിയും ലിംഗസമത്വവും ഒക്കെ ഒന്നാണ് എന്നൊരു രീതിയിലേക്ക് വിചാരിച്ചു വെക്കാറുണ്ട്. അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത്. തുല്യത എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം വിദ്യാഭ്യാസവുമായി കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. വിദ്യാഭ്യാസത്തിൽ തുല്യതയുടെ പ്രാധാന്യം, ലിംഗനീതിയുടെ, ലിംഗസമത്വത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഇതൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ തുല്യത ഉറപ്പാക്കുന്നതിലൂടെ നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ പശ്ചാത്തലം ഒന്നും തന്നെ പരിഗണിക്കാതെ തന്നെ ഒരേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ അവസരം ഒരുക്കി കൊടുക്കാനാകും. എല്ലാവർക്കും അവസരം, അതാണ് തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്ക്, വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടുതൽ ആളുകളിലേക്ക് വിദ്യാഭ്യാസം എത്തണം അല്ലേ. തുല്യമായിട്ട് അറിവിൻ്റെ വ്യാപനം നടക്കണം. അപ്പം അറിവിൻ്റെ വ്യാപനത്തിന് തുല്യതയുണ്ടാകണം. അവിടെ യാതൊരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി വെക്കുക. തുല്യമായ വിദ്യാഭ്യാസ അവസരങ്ങൾ വ്യക്തികളെ ദാരിദ്ര്യത്തിൽ നിന്നും പിന്നോക്കാവസ്ഥയിൽ നിന്നും ഒക്കെ കരകയറാനായിട്ട് സഹായിക്കും. അതിലൂടെ നമുക്കൊരു സാമൂഹ്യ നീതി അല്ലെങ്കിൽ സാമൂഹ്യ തുല്യത എന്ന അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനാകില്ലേ. അതൊക്കെ ചേർത്ത് വേണം നിങ്ങളിവിടെ മറുപടി പറയാനായിട്ട്.
അപ്പോൾ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും പഠിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക, അതാണ് ഒരു പരിഹാര മാർഗം. പിന്നെ ഓരോരുത്തരുടെയും തനതായ കഴിവുകളും താല്പര്യങ്ങളും വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടാലന്റ് ലാബിനെയൊക്കെ പ്രയോജനപ്പെടുത്താം. എല്ലാ സ്കൂളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപോലെ ലഭ്യമാക്കുക. നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് അത് ഏകദേശം നടപ്പിലാക്കി കഴിഞ്ഞു അല്ലേ. ഇപ്പൊ എന്താണ് ഗുണമേന്മ വിദ്യാഭ്യാസത്തിലെ ഗുണമേന്മ ഉയർത്താൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളാണല്ലോ നിലവിലുള്ളത്. അപ്പൊ ഇവയൊക്കെ എന്താണ് ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അടിസ്ഥാന സൗകര്യം ഒരുപോലെ കൊണ്ടുവരിക, അത് പൊതുവിദ്യാലയങ്ങളുടെ ഉന്നമനത്തിലൂടെയും ആണ് സാധിക്കുക. അപ്പൊ ഈ സമാന്തര വിദ്യാലയങ്ങളൊക്കെ ഉള്ളത് ഒരു തരത്തിൽ ഈ തുല്യത എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിലെ തുല്യത എന്ന് പറയുന്ന ആശയത്തെ അപ്രാപ്യമാക്കുന്ന ഒന്നാണ് കേട്ടോ ഈ സമാന്തര വിദ്യാഭ്യാസ രീതികൾ. അതായത് എന്താണ് സമാന്തര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളും എല്ലാം ഇല്ലേ, പലയിടത്ത് പല രീതിയിലുള്ള സിലബസ് അതൊക്കെ. ഇനി ലിംഗനീതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എല്ലാ വിഷയവും പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാം പഠിക്കാനും കരിയറൊക്കെ തിരഞ്ഞെടുക്കാനും ഒക്കെ നമ്മൾ അവസരം കൊടുക്കണം അല്ലേ. അതാണ് ലിംഗനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെൺകുട്ടികൾക്ക് കാലാകാലങ്ങളായിട്ട് പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്നു. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോൾ അത് നീതിപൂർവം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പെൺപള്ളിക്കൂടങ്ങളൊക്കെ ആ കാലത്തിന്റെ അനിവാര്യത എന്ന നിലയിൽ നിലവിൽ വന്നത്. അതൊരിക്കലും അനീതിയല്ല, അതൊരു നീതി നടപ്പിലാക്കലാണ് അല്ലെ. ആൺകുട്ടികൾക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെ അതേ തോതിൽ പെൺകുട്ടികൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയതാണ് പെൺപള്ളിക്കൂടങ്ങളൊക്കെ. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന രീതിയിലേക്ക് ഇപ്പൊ കാലം മാറിയിരിക്കുന്നു. അപ്പൊ അത് ആ ഒരു കാലത്തിന്റെ അനിവാര്യത ആയിരുന്നു. അതൊരു ലിംഗനീതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നടപ്പിലാക്കിയത് കേട്ടോ. അപ്പൊ ലിംഗ നീതി എന്ന് പറയുമ്പോൾ ലിംഗവ്യത്യാസമില്ലാതെ, അവിടെ ഞാൻ സ്ത്രീലിംഗം പുരുഷലിംഗം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയാതെ എല്ലാത്തിനെയും ഉൾപ്പെടുന്നത് കൊണ്ടാണ് ലിംഗനീതി എന്ന ടേം തന്നെ ഉപയോഗിച്ചത്. ഭിന്നലിംഗക്കാരല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സും അതിനകത്ത് പെടുന്നുണ്ട് അല്ലേ. അപ്പൊ എല്ലാവർക്കും നീതിപൂർവം വിദ്യാഭ്യാസം എല്ലാവരിലും എത്തുക എന്നുള്ളതാണ് ലിംഗനീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലിംഗസമത്വം എന്താണ്? ലിംഗസമത്വം എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ രീതിയാണ് അല്ലെ. സമന്മാരാണ് വിദ്യാഭ്യാസത്തിന് മുന്നിൽ, എല്ലാവരും സമന്മാരെന്ന് കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് അവിടെ പറയുകയാണ്. സമത്വം എന്ന് പറയുമ്പോൾ തുല്യ അവസരങ്ങൾ, അവിടെ മറ്റു പരിഗണനകളോ കാര്യങ്ങളോ അല്ല, യാതൊരു തരത്തിലുള്ള വേർതിരിവും ഇല്ല. ജോലികളിലും പഠനത്തിലും എല്ലാ മേഖലയിലും സമത്വം, അതാണ് ലിംഗസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം ഒരു ബഹുമാനം ഉണ്ടാവും. അപ്പൊ തുല്യമായി പരിഗണിക്കുക എന്നൊരു തോന്നല് വിദ്യാർത്ഥികൾക്ക് തന്നെ ഉണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിരുന്ന സമൂഹം നിലവിൽ അവരെയൊക്കെ ചേർത്ത് നിർത്തി നമ്മളിൽ ഒരാളായി തന്നെ യാതൊരു വൈഷമ്യതയും ഇല്ലാതെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു, പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ കൂടി. അത് പൂർണ്ണതയിൽ എത്തണമെന്ന് തന്നെയാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾക്കും പറയാം. ഇനി അപ്പോൾ ലിംഗപരമായ വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരുടെയും കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിന് മൊത്തത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം. അതിൻ്റെ ഉദാഹരണത്തിന് സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ പ്രാധാന്യം നൽകുക. കായിക മത്സരത്തിലും വിനോദത്തിലും ഒക്കെ ഏത് ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് തുല്യ പ്രാധാന്യം നൽകുക. ലിംഗഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം നൽകുക. പാഠപുസ്തകങ്ങളിൽ ലിംഗപരമായ പക്ഷപാതങ്ങളൊക്കെ ഒഴിവാക്കണം. അത്തരത്തിലുള്ള യാതൊരുവിധ പക്ഷപാതങ്ങളും ചിത്രീകരണത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. അത് ബോധപൂർവം നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക. ഇനി അടുത്തത് സ്ത്രീ ശാക്തീകരണം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ചോദ്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി ധാരണയുള്ള കാര്യങ്ങളാണ്, സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണെന്ന് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കാനാകൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയാം. സ്ത്രീ ശാക്തീകരണം എങ്ങനെ നടപ്പിലാക്കാം എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കേണ്ടത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ തടസ്സമുള്ള പല പിന്നെ എന്താണ് സമൂഹവും ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ പല വിഭാഗങ്ങളും അത്തരത്തിലുണ്ട്. അവയൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി അവിടെ ബോധവൽക്കരണങ്ങൾ നടത്തി നമ്മൾ പെൺവിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഏർലി മാരേജ് എന്ന് പറയുന്നത് അല്ലേ, അതൊക്കെ ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് എതിരായി നിൽക്കുന്ന ഒന്നാണ്. കുട്ടികളെ പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുക. ഇപ്പോഴും എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, നമ്മളുടെ ബാച്ചിൽ വന്ന, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ LP ബാച്ചിൽ വന്ന ഒരുപാട് കുട്ടികൾ നേരത്തെ വിവാഹിതരായവരാണ്. അവർക്ക് വലിയ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ്. അവർ 17-18 വയസ്സ് സമയമായപ്പോഴേക്ക് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ അത് അന്ന് അതൊക്കെ അംഗീകരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരണം. ഈ ഏർലി മാരേജ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനൊരു വിലങ്ങുതടി തന്നെയാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ ഓരോരോ ഘട്ടങ്ങളിൽ ഇവിടെ കടന്നു പോകണം അല്ലെ, അമ്മയാകണം, അങ്ങനെ ഓരോന്നിനും അവൾ പാകപ്പെടണം. അപ്പം അതിനനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസം അവിടെ മുറിഞ്ഞു പോകും. പിന്നെ ആദ്യം മുതൽ നിർത്തിയിടത്തു നിന്ന് വീണ്ടും തുടങ്ങും. അതിനിടയിൽ അവൾ അറിയാതെ അവൾ തന്നെ ഒരു അടിമയായി മാറും മറ്റുള്ളവരുടെ. അപ്പോൾ ഇതിനെയൊക്കെ അടിമത്വം എന്ന് പറയണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നമ്മളുടെ ഓരോ ആവശ്യത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറയുന്നത് അടിമത്തം തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പം നിങ്ങൾ ഓരോരുത്തർ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കത് എന്താ, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതുപോലെ ശൈശവ വിവാഹം ആ ഒരു ടൈമിനാണ് തപ്പിയത്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ കഴിയണം കേട്ടോ. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത്? നമുക്ക് പൊതുസമൂഹത്തിന് അവബോധം കൊടുക്കാം. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കാം. കുട്ടികളിൽ പഠിക്കുന്നതിനെക്കുറിച്ചും ജോലി നേടുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങൾ കാണാൻ അവരെ പഠിപ്പിക്കണം അല്ലേ. അവർക്ക് ആ സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രേരിപ്പിക്കണമെങ്കിൽ പാഠപുസ്തകങ്ങളിൽ അത്തരത്തിൽ വിജയിച്ച വനിതകളുടെ പാഠഭാഗങ്ങൾ ഉണ്ടാകണം. ഇനി അവയില്ലെങ്കിൽ തന്നെ അധ്യാപിക തൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും അവസ്ഥ മനസ്സിലാക്കി അതിനുതകുന്ന അധിക വായനാ സാമഗ്രികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയൊക്കെ അവർക്ക് ഈ ഒരു അവബോധം അവരിലേക്ക് കൊണ്ടുവരാനാകും. ഇനി സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതായ ഒന്നായി എനിക്ക് തോന്നുന്നില്ല. നമുക്കത് നമ്മുടെ മാതാപിതാക്കളെ, കുട്ടികളുടെ മാതാപിതാക്കളെ, നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കളെ ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കണം. ഒപ്പം തന്നെ ജോലിയില്ലാത്ത, സാമ്പത്തിക ഭദ്രത കുറഞ്ഞ വീടുകളിലെ കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ അമ്മമാർക്ക് സ്വയം തൊഴിൽ എന്നൊരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ സ്കൂളുകൾക്കും അധ്യാപികമാർക്കും കഴിയും. എങ്ങനെയാണ്? ശില്പശാലകൾ സംഘടിപ്പിച്ച് ബോധപൂർവം നമുക്ക് ഒഴിവ് ദിവസങ്ങളിലും വെക്കേഷനും ഒക്കെ ചില ശില്പശാലകൾ സംഘടിപ്പിക്കാം. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും പഠിക്കാം, അതുപോലെ രക്ഷിതാക്കൾക്കും പഠിക്കാം എന്നുള്ള അവസരം കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള ചില സെമിനാറുകൾ നമ്മുടെ സ്കൂളുകളിൽ തന്നെ നടത്താൻ സാധിച്ചാലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാകും. അധ്യാപിക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതായി നിങ്ങൾ കാണരുത്. അത് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കായിട്ട് സേവന തൽപരരായി നിൽക്കുന്ന ആളുകളാണ് അധ്യാപനത്തിലേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. അതൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് അത്യാവശ്യം വേണ്ടത് വിദ്യാഭ്യാസവും അതുപോലെ തൊഴിലുമാണ് അല്ലെ. സ്വന്തം കാലിൽ നിൽക്കുക, അതിനു വേണ്ടിയുള്ള തൊഴിലുമാണ്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനുള്ള സ്കോളർഷിപ്പുകൾ കൊടുക്കാം. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്കോളർഷിപ്പുകൾ കൊടുക്കാം. അതുപോലെ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വായ്പകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ അവ വളരെ മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാറുണ്ട്. അവയൊക്കെ പ്രയോജനപ്പെടുത്താം. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ഒന്നുകൂടി മൊത്തത്തിൽ അവലോകനം ചെയ്ത് നിങ്ങളത് പോയിന്റുകൾ കുറച്ചുകൂടി വിപുലമാക്കുക. എൻ്റെ ശബ്ദം കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പതിയെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോയിന്റുകൾ ആഡ് ചെയ്യാനും പറ്റുന്നില്ല.
ഇത് തന്നെ കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളയുക. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്, അത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പരമാവധി മറുപടി എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിരന്തരം നമ്മളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുക. പുറകോട്ട് പോകരുത്. ഡേറ്റ് വന്നില്ല എന്ന് കരുതി പുറകോട്ട് പോകരുത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ മികച്ച അധ്യാപകർക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും മികച്ച അധ്യാപകരാണ് എന്നുള്ള ലക്ഷണം തന്നെയാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്നു എന്നതല്ല, ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നത് ഏറ്റവും മികച്ച അധ്യാപിക എനിക്കാകണമെന്ന നിങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന, തീവ്രമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നം തീർച്ചയായും നടക്കും. എപ്പോഴാണ് നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ, അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുമ്പോൾ. അപ്പോൾ അത് തീർച്ചയായും സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഉടനെ തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം, ഡിസ്കഷൻ ടോപ്പിക്സ് ഇത് കാണുമ്പോൾ ഇത്ര മാത്രമേ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് കേട്ടോ. അപ്പോൾ നന്നായി നോക്കുക.